ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു സുമറിൽ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. ഏ നബിയെ, അല്ലാഹുക്കുള്ളതാണ് ഇബാദത്ത്, ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ അല്ലാഹുക്ക് ഒരു പങ്കാളിയില്ല, പാർട്ട്ണർഷിപ്പ് ഇല്ല, ഒരു സഹായിയില്ല, ഒരു കൂട്ടാളിയില്ല, അവനെ പോലെ ആരുമില്ല. അത് അല്ലാഹുക്ക് മാത്രം തന്നെ നൽകണം. എന്നാൽ ചില ആളുകൾ അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിട്ടുണ്ട്, സഹായികളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവര് ചില ആളുകളെ അവര് ബന്ധമാക്കിയിട്ടുണ്ട്. അവരോട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാലോ അവര് പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മക്കത്തെ ഖുറൈശ്, മക്കത്തെ മുശ്രിക് ചോദിച്ചാ പറയും, ഇവരൊന്നും ലാത്തയോ ഉസ്സയോ മനാത്തയോ ഹുബലോ അതോ ഇതോ ഇതൊന്നും അല്ലാഹുവാന്ന് വിശ്വസിച്ചിട്ടല്ല നമ്മൾ ഈ വിളിക്കുന്നത്. ഇവർക്കൊന്നും അല്ലാഹുവാൻ പറ്റൂല. പക്ഷെ അവരൊക്കെ മഹാന്മാരാണ്, അല്ലാഹ് കൊടുത്ത കഴിവുള്ളവരാണ്. ആ കഴിവ് വെച്ച് നമ്മൾ അവരെ നമ്മളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഇടയാളന്മാരാക്കുന്നു എന്ന് മാത്രം. അല്ലാഹു വിളിച്ചു അവരെ നീ മുശ്രിക്കാൻ, എനിക്ക് അങ്ങനത്തെ അടയാളൻ ആവശ്യമില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് ഔലിയാക്കളെ അടയാളന്മാരാക്കുന്നവർ, ആവശ്യപൂർത്തീകരണത്തിന് ജാറത്തിലേക്ക് പോകുന്നവർ, രോഗം വന്ന രോഗശമനത്തിന് ജാറത്തിൽ ചെല്ലുന്നവർ, ഉറൂസിന്റെ ഡേറ്റ് കാത്തിരുന്ന് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവർ, ആവശ്യങ്ങൾ നേടാൻ. അവരാരും ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മയ്യത്ത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടെങ്കിൽ അത് അല്ലാഹു എന്ന് വിശ്വസിച്ച് പോയവരല്ല, മഹാന്മാരാണ്. അല്ലാഹ് അവർക്ക് കൊടുത്ത കഴിവ് വെച്ച് അവരെ നമ്മുടെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഇടയാളന്മാരായി വിശ്വസിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, മക്കത്തെ മുശ്രിക് അങ്ങനെ വിശ്വസിപ്പിച്ച അല്ലാഹു വിളിച്ചു, നീ മുസ്ലിം അല്ല, നീ മുശ്രിക്കാൻ. പക്ഷെ നമ്മളിപ്പോഴും വിളിക്കുന്നു മുസ്ലിം എന്നെ. അതെങ്ങനെയാ? ആവൂല, വല്ലാഹി ആവൂല.